കുളിയിലക്കരയോടും കുടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാത്തി. എൻ്റെ ഒരു കുട്ടിക്കാലം എനിക്കൊരു നൊസ്റ്റാൾജിക്ക് ഫീൽഡ് തോന്നിയത് എൻ്റെ 10ാം ക്ലാസ്സിൽ, അന്ന് നമ്മുടെ കാലത്തൊക്കെ അത്ര വലിയൊരു പ്രോഗ്രസീവ് അല്ല ഇങ്ങനെയുള്ള ഈ കലാപരിപാടികളൊന്നും. ചതിയും ചന്തുവിന്റെ കൊടും കൂടുതൽ പറ്റി നിൽക്കുന്നറിയ മക്കളെ, ഇരുമ്പാണി കെട്ടി മുളയാണി വെച്ച് പുൽക്കാരം കൊണ്ട് ചുരുവെള്ളക്കാൻ കൊല്ലന് 16 പൊയ്കളെ കൊടുത്തവൻ ചന്തു. കരയോടും കുടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാത്തി. നാഗവണ തിരുമുടിയിൽ പത്മരാഗമനോത്സവം പൂത്തിരുത്തി വന്നു നികനായി കുളിയിലക്കരയോടും കുടവ ചുറ്റി കുളു ചന്ദനത്തോടു കുറിച്ചാത്തി. ജീവിതത്തിൽ പലരും പലവട്ടം മലയോട് തൊടുത്തു മരിച്ച് എന്റെ അച്ഛനെ ആദ്യം തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണുവെന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. ചതിയും ചന്തുവിന്റെ കൊടും കൂടുതൽ പറ്റി നിങ്ങൾക്ക് എന്തറിയാം മക്കളെ, ഇരുമ്പാണി കെട്ടി മുളയാണി വെച്ച് പുൽക്കാരം കൊണ്ട് ചുരുവെള്ളക്കാൻ കൊല്ലന് 16 പൊയ്കളെ കൊടുത്തവൻ ചന്തു. മാറ്റം കൃഷി വെച്ചപ്പോൾ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളച്ചുട കിടക്കുന്ന വീടിന്റെ വീട്ടിൽ കുത്തുവിളക്കിന്റെ തണ്ട താഴ്ത്തി മാറ്റം കൂട്ടത്തിലേക്ക് ചാരി രക്ഷപ്പെട്ടവൻ ചന്തു. ഇനിയുമുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ പാണന പാടി നടക്കാൻ പലതും. പറ്റില്ല മക്കളെ, അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ഈ ജന്മത്തിൽ ആണായി പറഞ്ഞവരിൽ ആരുമില്ല. മടങ്ങിപ്പോ ഞാനിത് ഡ്യൂട്ടിയിലേക്ക് തിരികെ മടങ്ങുകയാണ്. ഉത്സവ നഗരിയിൽ കണ്ട വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഇവിടെ സദ്യാലയത്തിൽ ഇവിടുന്ന് എല്ലാ അധ്യാപകർക്കും ഇവിടുന്ന് എല്ലാ പോലീസുകാർക്കും എല്ലാവർക്കും പാട്ട് പാടാനുള്ള ഒരു അവസരം ഇവിടെ, പാട്ടല്ല അവരുടെ എന്ത് കലാരൂപവും പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടം ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ജിഹാൻ സാർ പാടുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചതല്ല. എൻ്റെ ഒരു കുട്ടിക്കാലം എനിക്കൊരു നൊസ്റ്റാൾജിക്ക് ഫീൽഡ് തോന്നിയത് എൻ്റെ 10ാം ക്ലാസ്സിൽ, അന്ന് നമ്മുടെ കാലത്തൊക്കെ അത്ര വലിയൊരു പ്രോഗ്രസീവ് അല്ല ഇങ്ങനെയുള്ള ഈ കലാപരിപാടികളൊന്നും അത്ര നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് അല്ല. ഞാനും ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ വീട്ടിൽ അടിയുള്ളതിനെ പഠിച്ച് ക്ലബ്ബിൽ പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്നൊരു ക്ലബ്ബിൽ എസ്കെ പൊറ്റക്കാട് മെമ്മോറിയൽ യൂത്ത് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബുണ്ടായിരുന്നു. അപ്പോൾ അവിടെ യുറീക്ക ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിചയമിട്ട് ചവിട്ട് നടക്കും. അങ്ങനെ അതുമായിട്ട് അവരെ കൂടെ നടക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള അടി ഒഴിവാകും, പഠിച്ചില്ലെന്ന് ചോദിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 7ാം ക്ലാസ് മുതൽ നാടക ഫീൽഡിലേക്ക് പോയി. അതെനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയത് 10ലായപ്പോഴത്തേക്കും ബെസ്റ്റ് ആക്ടർ എ ഗ്രേഡ്. അന്ന് സാക്ഷരത ഡെവലപ്പായി 90 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അതിൽ വെള്ളനാട് സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം, അതും ബെസ്റ്റ് ആക്ടർ എ ഗ്രേഡ് കിട്ടി. അത് കഴിഞ്ഞ് ചാല തമിഴ് സ്കൂളിൽ ജില്ലാ കലോത്സവം, പിന്നെ കണ്ണൂർ വരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ ഒരു പഴയ കാലം വരും കുട്ടികളെ കാണുമ്പോൾ. അന്ന് ഇതുപോലെ എൻ്റെ കൂടെ അവിടെ കലാതിലകമായൊരു മായാദേവി, അവൾ ഇതിനെല്ലാ ഡാൻസിലും, ഫോക്ക് ഡാൻസ്, മറ്റേ ബാക്കിയുള്ള ഈ ഇതുണ്ടല്ലോ നാടോടി നൃത്തം, അതിനെല്ലാം അപ്പോൾ അവളും ഞാനും ഒക്കെയാണ് ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോയതൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് അന്നൊരു പെർമിഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മംഗളാബായി എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരും പിന്നെ ഈ സബ് ജില്ല കഴിഞ്ഞപ്പോൾ ജില്ലയിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരും നമുക്ക് അതിനൊരു 300 രൂപ എന്തൊക്കെ അന്ന് തന്നു. അത് വലിയൊരു എമൗണ്ടാണ്. പിന്നെ ബാക്കി വീട്ടിൽ നിന്നൊക്കെ സഹകരിച്ച് അങ്ങനെ അതിലിപ്പോൾ അതൊരു ഈ പൊതുവെയുള്ളൊരു ഫീലിംഗ് നമുക്ക് വരില്ല. കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പഴയ കാലം വളരെ സങ്കടമായി തോന്നുന്നത്, കഴിഞ്ഞു പോയ കാലം. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇവിടെ വരുന്ന ഇത്രയും ജനങ്ങളെല്ലാം വർഷങ്ങൾ പിറകിലേക്ക് കൊണ്ടുപോകാനായിട്ട് കലോത്സവത്തിന് കഴിയുന്നുണ്ട്. ഒരാളുടെ നൊസ്റ്റാൾജിയ അതൊക്കെ എങ്ങനെ ഓർമ്മകൾ ഉണർത്തുന്ന, വർഷങ്ങൾ പിറകെ യാത്രയാകുന്ന കുറേ ഓർമ്മകളൊക്കെ പിറകെ സഞ്ചരിക്കുന്ന ഒരു വലിയ കാഴ്ചയ്ക്കും കൂടി നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. ഏതായാലും വിവിധ സ്റ്റേജുകളിലൊക്കെ ആയിട്ട് കലോത്സവം പുരോഗമിക്കുകയാണ്. 5ാമത്തെ ദിവസമാണ്, സമാപന ദിവസമാണ്. ചില വേദികളിലൊക്കെ മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അനീഷ്, മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക.